അതിന് നിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? രാജീവ് എന്ന് പറഞ്ഞു. രാജീവല്ല, രംഗത്ത് രാജാവ്. പോ അങ്ങട്. എന്ത് കഷ്ടമാണ്. രാജാവുവാ നീയല്ല, ഇത് ഡ്രൈവറാണ്. നീ പടൻ പോ അങ്ങട്. നിങ്ങൾ ആരുമല്ല. ദേ നിക്കണ് സുരേഷ്, ഗംഗാരിച്ചേട്ടന്റെ മോൻ സുരേഷ്. നീയല്ലേ രാജാവ്, കിരീടം വെച്ചേക്കണാട്ടില്ലേ? ഇങ്ങട് വാ, ഇങ്ങട് വാ സുരേഷ്, ഇങ്ങട് വാ. നീ തമാശ കളിക്കല്ലേ. കയറി വാ, ഇങ്ങട് വാ, ഇങ്ങട് വരി. അങ്ങോട്ട് പോ. ഈ അങ്ങോട്ട് പോകുന്നത് മൈക്കിന്റെ അടുത്തേക്ക് വാ. രാജാവ് നേരെ നോക്കുന്നു, എന്നെയല്ല ഓഡിയൻസിനെ നോക്കാൻ. അയ്യോ ആ കാര്യം പിടിക്ക്. സുരേഷ് പണ്ടേ പേടിയുള്ളതാ. പ്രകാശം വരുമ്പോൾ രാജാവ് പുഞ്ചിരി തൂകുന്നു. പ്രകാശം ട്രാപ്പിലിരിക്കുക പോരാനാണെങ്കിൽ. അയ്യോ ആ പ്രകാശനല്ല, ലൈറ്റ് വന്നല്ലോ. വെട്ടം പുഞ്ചിരി തൂയിക്കോ. പോയിക്കോട്ടെ. സുരേഷ് എന്തേ കാണിക്കണത്? പോരെ. അല്ല, ആ പുഞ്ചിരി അട്ടഹാസം, അതായത് പൊട്ടിച്ചിരി. അടിപൊളി. അതിവിടെ പറഞ്ഞ മഹാരാജാവ് ഗൗരവത്തിൽ ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദൃഷ്ടതുമ്ന മഹാരാജാവ്. നടക്കൂല. എന്റെ പേരാണ് നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദൃഷ്ടതുമ്ന മഹാരാജാവ്. താനങ്ങ് പറഞ്ഞാ പോരെ, വെറുതെ ഡയലോഗ് പറയണം. നിന്റെ പേരാണത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, വായിക്കൊള്ളണ വാക്ക് എഴുതിയാൽ മതി. അല്ലാതെ പറയണം. പേരാണ് ദൃഷ്ടതുമ്ന മഹാരാജാവ്. നാം ഇളയെടുത്ത് കൊട്ടാരത്തിലെ സുരേഷ് മഹാരാജാവ്. അതെ, അത് മതി. ആരെവിടെ? അതല്ല, ആരെവിടെ? നീ ചോദിക്കുക, ആരെവിടെ? അല്ല, അവൻ ബാലയിലൊരു ഡയലോഗ് പറഞ്ഞോ. നിങ്ങൾ ആരും വിളിച്ചാൽ എന്നെ പോയെല്ലാവരും പോയെ. എന്ത് കഷ്ടമാണ് ദൈവം. എല്ലാവരും കൂടെ പോണം. ഇങ്ങട് വാ. അതെ, ഒരാള് നിന്നിട്ട് ബാക്കി എല്ലാവരും പോടാവേ. ആവശ്യമില്ലാത്തവർക്ക് സുരേഷ് നീ ഇങ്ങട് വാ. ബാക്കി എല്ലാവരും പോ. നീ ഇവിടെ തന്നെ. ബാക്കി എല്ലാവരും പോ. ബടൻ വരുന്നു. പടമായിട്ട് ബടൻ വാ. ആഹാ, അടിപൊളി. ബടനായാലും ഇങ്ങനെ വേണം. മഹാരാജൻ അങ്ങ് ധൃതങ്ക പുളങ്ങിത്തനാവട്ടെ. ഇവനല്ലല്ല ബടൻ, ഇവനല്ലല്ല. സുനിയല്ലേ? സുനിക്ക് പനിയല്ലേ? അപ്പൊ അനിയാ? അനിയല്ലേ മുനി. അപ്പൊ ഇതേത് ശൈലി? ഇവൻ സനി. ഡയലോഗ് പറയൂ. കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറ. മഹാരാജൻ അങ്ങ് ധൃതങ്ക പുളങ്ങിത്തനാവട്ടെ. ശരിയാവണല്ല. ഈ ഒരു പണി ബാക്കി പോയി പഠിക്ക്. പോരാ പോയി പഠിക്ക്. അപ്പുറം പോയി പഠിക്ക്. പഠിച്ചിട്ട് വായിക്കോട്ട്. മന്ത്രി വാ. ഞാനാണോ? ഒക്കെ നീയാണ്. നീ രാജാവല്ലേ. മന്ത്രി ഇങ്ങോട്ട് വാ. കേറി വാ. മതി. എന്തോ ചിരിച്ചതാണ്. അടിപൊളി. ഡയലോഗ് പറ. മറന്നുപോയി. മമ പ്രണാമം പ്രഭു. പ്രണാമം. എന്തെന്നാണ് പറയണത്? മമ പ്രണാമം പ്രഭു. ഇവിടെ വ്യക്തമായിട്ട് പറയണം. മമ പ്രണാമം പ്രഭു. നമ്മളിങ്ങനെ കാണുന്ന വിഷയമില്ലേ? ഹലോ രാജാവേ. ഹലോ സുഖല്ലേ? അതാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോ. മന്ത്രി സത്തമ്മ. മന്ത്രി സത്തമ്മ. എന്തിനാണ് അവനെ തല്ലിയത്? എന്റെ ഇരട്ടപ്പേര് വിളിച്ച കൊല്ലും ഞാൻ അവനെ. എന്താണ് എന്റെ ഇരട്ടപ്പേര്? എന്റെ ഇരട്ടപ്പേര് തത്തമ്മ രാജു എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാൻ പാടില്ല. ഇവന്റെ ഇരട്ടപ്പേര് തോന്നൽ ഞാൻ വിളിച്ച. അലമ്പുണ്ടാക്കല്ലേ? മന്ത്രി സത്തമ്മ. മന്ത്രി രാജു. അത് മതി. നിനക്കറിയുമോ? നിക്കറിയുമോ? ഇല്ല, അറിയില്ല. എന്ത്? അതല്ല, നിനക്കറിയാമോന്ന്. നിനക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ താഴെ പറഞ്ഞു ഇവിടെ വന്നാൽ മതി, പറഞ്ഞുതരാം. ആൾക്കാർ അറിയിക്കല്ലേ? ഒരു പിടിയും. മന്ത്രി തത്തമ്മ. മന്ത്രി രാജു. അന്തപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാടകൾ എടുത്തോണ്ട് വരൂ. ഉടയാടകളല്ല, ഉടയാടകൾ. അതായത് നിന്റെ കുപ്പായ. അന്തപുരത്തിന്റെ കുപ്പായ എടുത്തോണ്ട് വരാം. എത്ര നേരം കണ്ണടച്ചു കളിക്കും. എന്താണ്? എടുത്തിട്ടില്ലേ? വണ്ടി കയറി പറഞ്ഞു എന്റെ പാന്റ് ട്രൗസർ ഒക്കെ എടുത്ത് കയറ്റാൻ കൂടാതെ പോയി ഞൊട്ടുന്നാ. മന്ത്രി പോയിക്കോ. സുരേഷ പുറത്ത് കാണാം. അതിന്റെ പൊട്ടിക്കല ഞാൻ വന്നിട്ട് വിട്ടോ. പഠിച്ചാ ശരിയായിട്ടില്ല. ഈ വാ തുറന്ന കംപ്ലീറ്റ് തെറ്റാ. നീ അപ്പുറം പോയിട്ട് പഠിക്ക് ചെല്ല്. എന്ത് കഷ്ടമാണ് ദൈവമേ. സുരക്ഷിത ആരാണ്? ഡ്രൈവർ. എന്താണ്? ബാലയാണ് പൊരിക്കാനൊക്കെ. സുരേഷ, നീ നമ്മളെ പാലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ചീട്ടെടുത്ത് അത് കണ്ടാണ്. ടോളിന്റെ ചീട്ട്. ബാലെ നടക്കണം. എന്ത് പാല്? കഴിഞ്ഞ പ്രാവശ്യം ടോളിന്റെ ചീട്ട് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് കായ് കൊടുത്തു പോയത്. ബാലെ നടക്കണത്. ഈ പ്രാവശ്യം നടക്കില്ല. എന്ത് കഷ്ടമാണ്. അങ്ങോട്ട് ബാലെ നടക്കണേ. പൊക്കോ. ആരെവിടെ? എന്ത് കഷ്ടമാണ്.
കരവിടി വേണ്ടട്ടാ. മഹാരാജൻ അങ്ങനെ ശരിയായിട്ടില്ല, പോയി പഠിക്കണേ. ഏതാണ് ശരിയാവുന്ന പോയി പഠിക്ക്. ഇതാരണത് നമ്മുടെ ബാലയിൽ ഹനുമാനില്ല ബാലയിൽ. ഹനുമാനല്ലത് ലൈറ്റ് കെട്ടുന്ന ശശിയാ. ലൈറ്റ് കെട്ടാൻ കയറിയപ്പോ കടന്നിൽ കുത്തിയതാ. ശശി പോ ശശി. പഠിച്ചാ പോയി പഠിക്കണം. എന്ത് കഷ്ടമാണ് നീ എഴുതിട്ടുന്നെ. മന്ത്രി ഒന്നുകൂടി വാ. മന്ത്രി എവിടെ? എങ്ങോട്ട് പോയി മന്ത്രി? ഇതിലേക്ക് വണ്ടി. മഹാരാജൻ ഒന്നും അറിയില്ലേ? മഹാരാജൻ ഒന്നും അറിയില്ലേ? കാണിക്കരുത്. ഒരു പ്രാവശ്യം പറഞ്ഞു. ഇനി വേണേ ഇങ്ങോട്ട് പറയാം. അറിയില്ലല്ലോ, ഒന്നും അറിയില്ലെന്ന്. എനിക്കൊന്നും അറിയില്ല. ശത്രു സൈന്യം നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. എന്താണ്? കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. വാ നിവർത്തിയിട്ട് വരാം. അതല്ല, ശത്രു സൈന്യം നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. കരക്കാര് നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ഞാൻ പുള്ളിയിലോട്ടുണ്ടാവട്ടെ. പോലെ എന്ത് കഷ്ടമാണ് ഈ സമയം. അയൽപക്കത്തെ രാജാവ് കോപിഷ്ഠനായി കടന്നു വരുന്നു. അയൽവക്കത്തെ രാജാവ് കോഴിക്കാഷ്ടമായിട്ടോ? കോഴിക്കാഷ്ടമല്ല, കോപിഷ്ഠനായിട്ട്. അയ്യടാ, കോപിഷ്ഠനായിട്ട് വരാൻ പറഞ്ഞിട്ട് ഇത് കണ്ടാടാ ചിരിച്ചു മെനകേടായിട്ട്. ഗോപനൊക്കെ വന്നിട്ട് ഇനി എപ്പോഴാണ് തുടങ്ങുന്നത്? അതല്ല, നിന്റെ മുഖത്ത് ദേഷ്യം പറ്റിയത്. എനിക്കത് വരുമില്ല. ഇതൊക്കെ ശമ്പളം ഞാൻ തരൂല്ലോ. എന്റെ സ്വഭാവം പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ദേഷ്യം വന്നാ മതി. അത്ര മതിയാണ്. മഹാരാജാവ് വിളി കേൾക്കുന്നു. കണ്ട മീൻകാരൊക്കെയല്ലേ ഞാൻ രാജാവാക്കിയത്. അങ്ങനെയല്ല, അവന്റെ പേര് പറ. ത്രിവിക്രമ. നീ ഇട്ടറിച്ചിട്ട് പോലെ എനിക്ക് കാശ് മേടിക്കണ്ടായിരുന്നു. നീ പറയുന്നേ. ത്രിവിക്രമ. എന്തെങ്കിലും ഒന്ന് പറയും. എന്റെ പേരല്ലേ ശശി? ഇടാവേ എന്റെടാവേ. മതി. മഹാരാജാവ് വാളെടുക്കുന്നു. ആ വാളല്ല, ഉറയിൽ നിന്ന് വാൾ വലിച്ചു. ഉറിയിലൊക്കെ എങ്ങനെയോ വാള വലിച്ചു വിടണം. വലയെന്നിങ്ങനെ. അയ്യോ, വാളെടുത്തിട്ടില്ല. വാളെടുത്തില്ലേ? വാള് വെച്ചേക്കുന്നതാരാ? ആരാ വാള വെച്ചാക്കണ? വാള് വെച്ചത് ഞാനാ. അല്പം മോര് വരുമോ തെളിയാൻ? അതല്ല, ഒറിജിനൽ വാള് വെച്ചേക്കുന്നത് ആരാണ്? സുരേഷേ, ആളെ മനസ്സിലാക്കാതിരിക്കാനല്ലേ? വാള് കിട്ടിയ അടി കാണാൻ കൂടാൻ പറ്റും. തന്നെയാണ്. എന്നെ അല്ല, അവനെ വെട്ട്. നല്ല കളി. വെട്ടിക്കഴിഞ്ഞ മരിച്ചു വീഴുന്നു. നീ വെട്ടിട്ട് നീ തന്നെ മരിച്ചു വീണ. നീ മരിച്ചു വീണ. പൊട്ടിച്ചിരിക്കുന്നു. നീ എങ്ങനെയാണ് ചിരിക്കുന്നത്? നീ എവിടെ കിടക്കണ? ഈ സമയം ശത്രു സൈന്യം അന്തപുരത്തിലേക്ക് ഇരച്ചു കയറുന്നു. അവർ മഹാരാജാവിനെ വളയുന്നു. എന്താ നിങ്ങളൊക്കെ എതിരാജ്യത്തെ പടന്മാരെ. ഞങ്ങള് രാജ്യത്തൊക്കെ ഭടന്മാരല്ല. പിന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്ത കമ്മിറ്റിക്കാരാ. എന്താ ചേട്ടാ പ്രശ്നം? ഞങ്ങൾക്ക് ഈ ബാല വേണ്ട. പിന്നെ എന്താണ് നിങ്ങൾ? ഞങ്ങൾക്ക് ചവിട്ട് നാടകം മതി. ചവിട്ടുകളായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാം ചവിട്ട് നാടകം. അതല്ലേ? ചവിട്ടി